അത് പരസ്യമായിട്ടല്ല, പയ്യെ സമാധാനത്തിൽ ശാന്തമായ രീതി ചെയ്തുകൊണ്ട് പോവുക. അങ്ങനെ കൊണ്ട് പഠിപ്പിച്ചാൽ പിന്നെ അതൊക്കെ ശരിയാണ്. രാത്രിക്കല്ലേ അവർക്കും വേണമെങ്കിൽ നമ്മൾ വേറെ ഉണ്ടാക്കണം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക. കിടന്നു നോക്കുന്ന ആരാറില്ല. അതിന്റെ നേരം വെളുക്കുന്നോ? കിടന്നു നോക്ക് ഉറങ്ങിപ്പോകുന്നു അല്ലേ? കിടന്നു നോക്ക് ഉറങ്ങിപ്പോകുന്നറിയാം അല്ലേ? ഉറക്കം വന്നാൽ ഉറങ്ങിപ്പോവും. കിടന്നാൽ പെട്ടെന്ന് ഉറക്കം വരും. ആ, സമയം ഇത്രയായില്ലേ? ഇനിയിപ്പോൾ എന്നാ സമയമുണ്ട്? സമയം 8 മണി. കുരിശ് വരയ്ക്കാൻ 8 മണി ആൻ 5 മിനിറ്റ് ഉണ്ട്. ഇവിടുത്തെ കുരിശ് വരെ 8 മണിക്കാ. കുരിശ് വരയ്ക്കാൻ പോവാ. എലിക്കുട്ടിയമ്മ കുരിശ് വരയ്ക്കുന്നത് കൂടുതലില്ലേ? അതിനെ ഇഷ്ടമില്ലേ? എലിക്കുട്ടിയമ്മക്ക് സമയമൊന്നും അറിയത്തില്ല. രാത്രിയാണോ പകലാണോ സമയമൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് എപ്പോഴും ഞങ്ങളോട് പറയും നേരം വെളുക്കാറായി, കിടന്നുറങ്ങിക്കോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇരുന്ന് പറയും. സമയം നോക്കി ചെയ്തോണ്ടാ മതി. മറ്റുള്ളവർക്ക് മറ്റാവശ്യത്തിനുള്ളവർ മറ്റുള്ളവർ നോക്കി ചെയ്യേ. ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയ്ക്ക് ആവശ്യത്തിനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തു തരുന്നില്ലേ? നേരത്തെ മുതൽ അങ്ങനെയൊക്കെ കണ്ട് മനസ്സിലാക്കി വെച്ചേക്കണം. ഇനിയിപ്പോൾ അത് പ്രത്യേകിച്ച് ഇടയ്ക്കിട്ടൊന്നും കുഴക്കേണ്ട കാര്യം. ഇടയ്ക്കിട്ട് കുഴക്കണ്ടേ? എന്നതാ കുഴക്കണ്ടാത്തത്? ഓരോന്നിന്റെ കണക്ക് സമയമല്ലേ? സമയം കുഴക്കണ്ടെന്നാണോ? സമയം കുഴക്കണ്ടെന്നാണോ? സമയം സമയം പോവും. സമയാ പോണത്. ഞാൻ പെട്ടെന്നങ്ങ് പോവും. ഒരു കാര്യം നടക്കുകയില്ല. ഇനി കിടക്കാൻ ഇനി കിടക്കാൻ പോവാ. ഇനിയൊന്നും വേണ്ട. ഇനി കിടക്കാൻ പോവാ. കിടക്കാൻ പോവാ. ഇനി കഞ്ഞി കുടിച്ച സുഖമില്ല. ഇതിനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയത്ത് കഴിക്കാതെ സമയം അറിയത്തില്ലാത്ത കൊണ്ടല്ലേ ഒന്നിനും പാടില്ല. സമയം അറിയത്തില്ലാത്തത് കൊണ്ടല്ലേ? സമയം ഞങ്ങൾ പറഞ്ഞു തരാം, എത്ര മണിയായെന്ന് സമയം പറഞ്ഞു തരാം. കാണിച്ചു തരാമോ? കാണിച്ചും പറഞ്ഞു ഒക്കെ തരാം. അതെന്തിനാ? അമ്മയ്ക്ക് ബോധ്യപ്പെടാൻ സമയം ഇത്രേ ആയുള്ളെന്ന്. അത് പറഞ്ഞു. ഇനി വലിയ വല്ല വെച്ചിട്ട് കുട്ടി വിവിനായിട്ട് ചോദിച്ച സമയം എത്രയായിരുന്നു? എല്ലാരും കിടന്നോണ്ടാ മതി. വിവിനായിട്ട് ചോദിച്ച സമയം 8 മണിയാകുമ്പോ ഞാൻ കിടക്കാൻ പോകും. ഇല്ല ബാബു കുരിശ് വരയ്ക്കും. അമ്മയും കൂടെ കൂടിയാലേ കുരിശ് വരയ്ക്ക് ഒരു ഇതുള്ളൂ. കുരിശൊക്കെ ഞാൻ വരച്ച. അമ്മ തന്നെ കുരിശ് വരച്ചത് സാരമില്ല. എനിക്ക് ഒന്നും വരയ്ക്കാൻ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു കുരിശ് വരയ്ക്കും. ചെയ്യാനുള്ള എല്ലാം ചെയ്തു. ചെയ്യേണ്ടതൊക്കെ ചെയ്തു. അത് പരസ്യമായിട്ടല്ല, പയ്യെ സമാധാനത്തിൽ ശാന്തമായ രീതി ചെയ്തുകൊണ്ട് പോവുകയല്ലേ. അതാണ് ആവശ്യമായ കാര്യം. ഞങ്ങളൊക്കെ പരസ്യമായിട്ടാണ്. ലോകം മുഴുവനും പരസ്യം ചെയ്തോണ്ട് ഒച്ച വെച്ച് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം. എന്നെ ഉദ്ദേശിച്ചല്ലേ ഈ പറയണേ? എന്നെ ഉദ്ദേശിച്ചല്ലേ ഈ പറയണേ? എന്നെ ഉദ്ദേശിച്ചല്ലേ ഇപ്പൊ ഈ പറഞ്ഞത്? ചെയ്യുന്നവരൊക്കെ എങ്ങനെയാ? ഇപ്പോഴത്തെ ചെറുപ്പക്കാരും ഒക്കെ പരസ്യം ചെയ്യുക അല്ലേ? അത് ശരിയാ. പ്രായം ചെന്നവരാ പിന്നെ സമയത്തിന്റെ നോക്കുള്ളൂ. അല്ലാത്തവർക്ക് ഇതൊന്നും വിഷയമല്ല. ഒന്നുമില്ല. ഞാൻ കിടക്കാൻ പോവാ. കുരിശ് വരയ്ക്കുന്നില്ലേ? കുരിശ് വരയ്ക്കുന്നില്ലേ? കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥന ചെയ്ത്. ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. ഈശോയ്ക്കറിയാം. ഇത്ര സമയമുണ്ട്. അത്ര സമയം കൊണ്ട് ഓരോന്നോരോന്ന് ചെയ്യണം. അല്ലാതെ അതിനായിട്ട് നീട്ടി വെക്കുവല്ല. ഓരോ സംഗതിക്കും അങ്ങനെയാ. കുഞ്ഞുവാ പിടിച്ചോണ്ട് അതിന് പൊടിയല്ല, നിന്റെ വസ്ത്രത്തെ പറ്റിയല്ലേ. അതെ, നീക്ക് ചോദിച്ചിട്ടുണ്ടായില്ലേ? ചൊറിച്ചിലുണ്ടാവും, തുമ്മലുണ്ടാവും. അത് എല്ലാ കൂട്ടത്തിന്റെ കൂട്ടം അലക്കാൻ പറ്റിയല്ലാത്ത സാധനം. അതെ, അതുകൊണ്ട് അത് പോയില്ല. തുമ്മലും ജലദോഷവും ഉണ്ടാവും. ഒരു വെള്ളം തിളപ്പിച്ചായിരുന്നു മുക്കിയാലും വെക്കാനും പറ്റിയല്ല. പണ്ട് തുണി അലക്കുമ്പോ വെള്ളം ചൂടുവെള്ളത്തിനകത്ത് മുക്കിയെടുക്കില്ലേ? കാരട്ട് പുഴുങ്ങും. മറ്റേ വെള്ളം ചൂടാക്കി ചൂടുവെള്ളത്തിൽ അല്ലേ? ചൂടുവെള്ളത്തിൽ നമ്മൾ തുണി അലക്കണേ. തുണി അലക്കുന്നതേ തുണി പുഴുങ്ങിയല്ല ഞോ? പണ്ട് പുഴുങ്ങി അലക്കിയല്ലായിരുന്നോ? പുഴുങ്ങി അലക്കുവായിരുന്നല്ലേ? ഇപ്പൊ ഇതൊന്നുമില്ല. പണ്ടല്ല, ഇപ്പോഴും അലക്കും.
ഇപ്പോഴും അലക്കാം. ഇപ്പൊ പുഴുങ്ങിയൊന്നുമില്ല. ഇപ്പോൾ വാഷിംഗ് മെഷീനകത്ത് വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ട് പുഴുങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. ചൂടുവെള്ളം നമ്മുടെ അത് വാഷിംഗ് മെഷീനകത്ത് എല്ലാ കാര്യങ്ങളും നടത്തണുണ്ട്. ഒന്നും പഴയതൊന്നും നടത്താതില്ല. അത് പിന്നെ നടത്തുന്നവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തെന്ന് മാത്രം. ഓരോരുത്തർ പറഞ്ഞിട്ട് ചെയ്യുകയില്ല. ഇല്ല ഇല്ല, ചൂടുവെള്ളത്തിൽ നമ്മുടെ സ്ഥിരം പരിപാടിയാണ്. ഇഷ്ടത്തിന് ചെയ്താൽ അത് ശരിയാവുള്ളൂ. നമ്മൾ പുതപ്പൊക്കെ ചൂടുവെള്ളത്തിനകത്ത് പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു പുതപ്പൊക്കെ. അത് കുറെ നാള് കൂടിയല്ലേ അതൊക്കെ അലക്കുന്നേ. അങ്ങനെയല്ല, ഇപ്പൊ ആഴ്ച 2 ആഴ്ച കൂടുമ്പോഴൊക്കെ അലക്കൂല്ലോ. മറ്റുള്ളവരുടെ വയലിരിക്കുന്നൊക്കെ കേൾക്കാൻ പോകാതെ അവനവനെ പറ്റാവുന്നിടത്തോളം അവനവൻ ചെയ്യുക, ആരോടും പറയാതെ. അതാണ് ഏറ്റവും നല്ലത്. കട്ടിയുള്ള പുതപ്പൊക്കെ ഞങ്ങളാ പിന്നെ മക്കളോട് പറഞ്ഞ് ചെയ്യിക്കണം. മക്കളെ കൊണ്ട് ജയിക്കണം. മറ്റേ ഈ പ്രായത്തിലൊക്കെ ചെയ്യിച്ചില്ലേ പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അവരൊന്നും ചെയ്യില്ല. അവർക്ക് അന്തവും ഇല്ല ബന്ധവും ഇല്ലാത്തടത്ത് എല്ലാം അവർ ഉപേക്ഷിക്കും. അങ്ങനെ വിട്ടാൽ ഒക്കെയല്ല. അവരെല്ലാം ഈശോയ്ക്ക് സാക്ഷിയായിട്ട് വേണം ഈ വളർന്നു പോരെ. അന്നെങ്കിലുള്ള അവരുടെ ജീവിത ഭാവി നല്ലതായിട്ട് പോകാൻ പറ്റുമോ? പണം വാരി ഇറക്കൊണ്ട് കാര്യമായില്ല. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടുമുള്ള ജീവിതമാണ് ഏറ്റവും. പിന്നെ പറ്റാവുന്നതൊക്കെ ചെയ്ത് കൊടുക്കണം ആർക്കും. ശരീരം കൊണ്ട് കൊടുക്കാൻ അവിടെ എല്ലാം തുപ്പിയിടുവേ. അതാ ഒരു കുഴപ്പം. ഇത് മേടിച്ചതല്ലേ? മേടിച്ചില്ല. ഓറഞ്ചൊക്കെ നമുക്കുണ്ടാവും. അല്ല പേരക്കായോ മാങ്ങായോ അങ്ങനെയൊക്കെയല്ലേ നമുക്കുണ്ടാവുള്ളൂ. പേരക്ക മാങ്ങ നാരങ്ങ ഓറഞ്ചൊക്കെ ഇവിടെ മറ്റേതുണ്ടാവുന്നു. എന്നാലും നമ്മുടെ നാട്ടില് വരുന്ന ഓറഞ്ചിന്റെ അത്രയും പറ്റിയല്ലോ. മധുര ഇല്ലല്ലേ? ഒരു സുഖയില്ല. ഇനി കിടന്നുറങ്ങാൻ തോന്നും. ഉറങ്ങാൻ പോകണം. ഇനി ഉറങ്ങേണ്ട സമയമാണ്. കഴിച്ചോ. നാരങ്ങ മുട്ടായില്ലേ തിന്നോണ്ടിരുന്നേ, ഇതിപ്പോ ഓറഞ്ച് തന്നെ. മറന്നുപോയതാ നാരങ്ങ മുട്ടായിയുടെ കാര്യമൊക്കെ. എല്ലാരും ഇപ്പൊ പറഞ്ഞു മേടിപ്പിച്ചോ. പുളിയില്ലേ? ആണോ? എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ. എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. അത് ഒരു എന്താ ഒരു കുറവുള്ള പോലെ തോന്നുന്നു. ഇച്ചിരി മൂക്കാത്ത പോലെ തോന്നണേ. മൂക്കാത്ത ഓറഞ്ചാ തോന്നുന്നു. നാരങ്ങ മുട്ടായിക്കാരത്തില്ലായിരുന്നു. ആ നൈറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എപ്പോഴും പറയും നല്ല നൈറ്റ്, നല്ല പൂക്കളൊക്കെയാണ്. അവന് ആദ്യ കുർബാനയൊക്കെ പോയി കൂടിയിട്ട് വന്നിരിക്കുന്നതാ. സദ്യയൊക്കെ കഴിച്ചിട്ട് അവള് കഴിച്ചതാന്ന്. അവള് കഴിച്ചായിരുന്നു. അവള് തന്നാ കഴിക്കാൻ പോവാ. ചോദിച്ചില്ല കേട്ടോ. എന്നോടും ചോദിച്ചില്ല. രണ്ടുപേരോട് എന്നോട് നമ്മളോട് ചോദിക്കല. ഉള്ളോണ്ടായ കിടന്നു കഴിയുമ്പോ പിള്ളേർ രണ്ടുപേരും ഇവിടെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുകയല്ല കേട്ടോ. പിള്ളേർ ഇല്ലെങ്കിൽ എന്നോട് ചോദിക്കും. അവരോടെല്ലാം ചോദിക്കണ്ടേ? അതിനാ ഗുണം. അതൊന്നും കളയണ്ട. ആ സാധനത്തിനാ ഗുണം. ആ നാരിന്, ഓറഞ്ചിന്റെ നാരിനാ ഗുണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അമ്മയൊക്കെ തുപ്പി വിറ്റാമിൻ ഇറുവിനും ഒക്കെ ഇരിക്കണം അതിനകത്താ. ഇതിനകത്ത് ഈ സാധനത്തിനകത്ത് ഇതുണ്ടോ? നമ്മ പറിച്ചു കളഞ്ഞ സാധനം. ആ അതിനകത്താണ് ഗുണമായിരിക്കുന്നത്. രോമല്ല, അതിന്റെ പുറത്തെ ഇതിനാണ് ഗുണങ്ങളുള്ള, ശരീരത്തിൽ കിട്ടേണ്ട ഗുണങ്ങളൊക്കെ ഉള്ള അതിനകത്ത്. രുചി നോക്കി തിന്നോണ്ടിരുന്നാ മതി. ഉള്ളിയല്ലാത്ത ഒന്നും ഉപയോഗിക്കില്ല. അല്ലിതിരിക്കുവാണോ? കമ്പിളി നാരങ്ങയുടെ തിന്നുന്ന പോലെ തിന്നുക. ഇനി വേണോ? കഞ്ഞി കുടിക്കാം. ഉച്ചേറെ കഴിയുമ്പോ കഞ്ഞി കുടിക്കാം. വേണം വേണം. അതൊക്കെ ചുമ്മാ പറയണേ.
കഞ്ഞി കുടിക്കണം. ഒക്കെ ചുമ്മാ പറയണം. കഞ്ഞിയൊന്നും കുടിച്ചൊക്കെ ശകലം പോലും ഉറങ്ങാൻ പറ്റിയ. കഞ്ഞി കുടിക്കുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തിടും. ആ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഞ്ഞി കുടിച്ചില്ലല്ലോ ഉറങ്ങാൻ പറ്റാത്ത. നേരം പാതിര വെളുക്കാറായി. പാതിരായൊന്നും ആയില്ല. പാതിരായില്ലേ നമ്മൾ കിടന്ന് ഉറങ്ങിയല്ലേ? ഏഹ് പാതിരായൊക്കെ നമ്മൾ കിടന്ന് നന്നായിട്ട് ഉറങ്ങിയല്ലേ? ഇങ്ങനെ കുത്തിയിരിക്കുവോ? പാതിരായി കഴിഞ്ഞു പോയി. വെളുക്കാറായി. വെളുക്കാറാകുമ്പോൾ ആരെങ്കിലും കുത്തിയിരിക്കുവോ? ഒന്ന് വൈകാനുള്ള നേരം. ഒന്നും ഭയങ്കരമുള്ള നേരം. വെളുക്കാറാകുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ കുത്തിയിരിക്കുവോ? ലൈറ്റ് വിട്ട് മൊബൈലും കുത്തിയിരിക്കുവോ ആരെങ്കിലും? അമ്മ പറഞ്ഞ് ഈ പെണ്ണിനെ ഇവിടെ വരുത്തിക്കുന്നതല്ലേ. അമ്മ എടി നീ അവധിക്ക് വരുന്നതിന് തലേ ദിവസം വരും ചോദിക്കും വിവീന വരാറായില്ലേ, അല്ലെങ്കിൽ ഒരു മിണ്ടാട്ടം ചോദിക്കല്ലേ വരാറായില്ലേ എന്നൊന്നും ചോദിക്കല. കറക്റ്റ് ആ തലേ ദിവസം ചോദിക്കും എന്തു കുട്ടി. ആ കറക്റ്റ് വിവീന വരുന്നതിന് തലേ ദിവസം ചോദിക്കും വിവീന വരാറായില്ലേ. മനസ്സിലോ കൊറേ ദിവസമായി അവളെ കണ്ടിട്ട്. ഇവളുടെ കാര്യേ അവള് വരാറായില്ലേന്ന് ചോദിക്കല്ലേ. എലിയമ്മ എലിക്കുട്ടിയമ്മ. അവർക്ക് തോന്നുന്നത് മാത്രം. അവക്ക് തോന്നുമ്പോഴല്ല എലിക്കുട്ടിയമ്മക്ക് തോന്നുമ്പോ. ആരാമേ എലിക്കട്ടമ്മ പോയി നോക്കും. ആരാമേ അപ്പോൾ നമ്മൾ പൊങ്കച്ചൽ നമ്മുടെ കൊച്ചൽ ആണോ? പിന്നെ കിടക്കാൻ പോവാം. ഇവിടെ കുരിശ് വരയ്ക്കാനുണ്ട്. കുരിശ് വരച്ചിട്ട് പോകാം. ഒന്നും വൈകാനുള്ള നേരം. 10 വൈകാൻ സമയമുണ്ടേ. സമയമുണ്ട് ഇഷ്ടം പോലെ. ഒന്ന് വൈകി കഴിയുമ്പോൾ നേരം വെളുക്കും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. അമ്മയ്ക്ക് എന്നാ ചെയ്യാനാ? ആടിന് വെള്ളം കൊടുക്കാൻ പോകാനാണോ? പശുവിന് വെള്ളം കൊടുക്കാൻ പോകാനാണോ? ഇപ്പൊ പാതിരാക്കും അല്ല, വെള്ളം കൊടുക്കാം. രാവിലെ എണീറ്റിട്ട് ഒന്ന് മയങ്ങി എണീറ്റിട്ട് പോകാനാണോന്നാ ഞാൻ ചോദിച്ചേ. എന്താ ഒന്ന് മയങ്ങി എണീറ്റിട്ട് പശുവിന് തീറ്റ കൊടുക്കാൻ പോകാനാണോന്നാ ചോദിച്ചത്. ഇപ്പം തീറ്റയും വെള്ളമൊന്നും കൊടുക്കാനൊന്നും പറ്റിയല്ല. അങ്ങനെ കൊടുത്തു പഠിപ്പിച്ചാൽ പിന്നെ അതൊക്കെ ശരിയാണ്. രാത്രിക്കല്ലേ കൊടുക്കുമ്പം എല്ലാം ഒരുമാതിരി ആകത്ത പോലെ അങ്ങ് കൊടുത്തേക്കണം. ചിരിച്ച കൊടുത്തോണ്ടിരിക്കുക. എപ്പോഴും കൊടുക്കാൻ പോകാൻ പറ്റുമോ? അപ്പം അതിനൊന്നും ഫലമുണ്ട്, നമ്മൾ ചെയ്യുന്നവർക്കും ഫലമുണ്ട്. ഫലം തന്നെയല്ല, നമ്മുടെ പണി കുറവുണ്ട്, പണിയും കുറയും, എളുപ്പം പരിപാടിയുണ്ട്. അത് ചുമ്മാ തൊട്ട് ആക്കിച്ച പിന്നെ അതുങ്ങൾ കലമ്പ, അതുങ്ങൾ ബഹള, ഒന്നും പറ്റിയല്ല. പിന്നെ അതിനെ ജപിക്കാത്തോട്ട് വെച്ചോ. അതിനെ ജപിക്കാത്തവരെ താനെ കുത്തിക്കറ്റി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ പോലെ കേൾക്കാവോ? കുറച്ച് കഴിയുമ്പോഴത്തേന് ചെവി കേൾക്കാൻ പറ്റുന്ന പറഞ്ഞാൽ കിടക്കാൻ പോവാ. ഒന്നും വൈകാനുള്ള സമയമേ ഉള്ളൂ. ഇനി ഒന്നും വൈകാനേ ഉള്ളല്ലേ. എന്നിട്ട് നേരം വെക്കും. ഒറ്റ മയക്കം വാങ്ങിയാൽ മതി. ഇടയ്ക്ക് കേൾക്കാതിരുന്നാൽ മതി. ഒറ്റ മയക്കം വാങ്ങിയാൽ മതി. ഇത്ര മണിക്കൂർ ഇത്ര മണിക്കൂറിനുണ്ട്. 2 ദിവസമായിട്ട് ഉറക്കമുണ്ട് ഇപ്പൊ. പ്രാർത്ഥനയും കുറവാ അല്ലേ? കൈയൊക്കെ 2 ദിവസമായിട്ട് തണുപ്പല്ലേ. ചൂടാ വരുമ്പോഴാ ഭയങ്കര വെയിൽ കളഞ്ഞ് നമുക്ക് തന്നെ ഭയങ്കര ചൂടാ. കൈയൊക്കെ കഴിച്ച് കിടക്കാൻ പോവാ. ഞാൻ കുരിശ് വരയ്ക്കാൻ പോവാട്ടോ. ഞാൻ കുരിശ് വരയ്ക്കാൻ പോവാ. എന്ത് വരച്ചു? അമ്മ കൂടുന്നില്ലേ? ഞാനെന്തിനാ വരയ്ക്കാം? ഞാൻ എൻ്റെ ആവശ്യത്തിനൊക്കെ ചെയ്തോണ്ടിരിക്കണം. കുടുംബത്തിലുള്ളവരെല്ലാരും കൂടെ കൂടി വരയ്ക്കാം. അതിന് ഒത്തിരി സമയം ഒന്നും എടുക്കണ്ട. അതിനൊക്കെ പ്രത്യേകം ഉണ്ട് ഓരോ സമയം. ആ സമയത്ത് ചെയ്യണം. ആർക്കും ശല്യം ചെയ്യാം. എരിപ്പെടുന്ന കാര്യം മറന്നുപോയല്ലോ. എരിപ്പെടുത്തില്ലല്ലോ. വിശ്വാസമാണ് എപ്പോഴും മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നത്. വിശ്വാസം വേണം, നല്ല വിശ്വാസം. ചെരുപ്പെടുക്കുന്ന കാര്യം മറന്നുപോയല്ലോ. ചെരുപ്പിടുന്ന കാര്യം മറന്നുപോയല്ലോ. ചെരുപ്പ് എവിടെ ഇരിക്കണം? ഞാൻ ചെരുപ്പിട്ടില്ലല്ലോ. എന്ത് ചെരുപ്പ്? എന്ത് അവിടെയുണ്ട്, ആ മുറിയിലുണ്ട്. നോക്കിക്കേ പോയി. നോക്കിയിട്ടില്ല. ഒന്ന് നോക്കിക്കേ പോയി. ഉണ്ടോ അവിടെ? എവിടെ പോയി? ഇല്ല. എടുത്ത് മൂടി വെച്ചോ? പൊഞ്ഞി കിട്ടി വെച്ചോ? വിവേനിക്ക് കൊടുക്കാൻ എടുത്ത് വെച്ചോ? ആ അവിടെ കിടപ്പുണ്ടല്ലോ. വീട്ടിൽ നിന്ന് ആരും ഉണ്ടെന്ന്? ഏത് പാപ്പ? ഏത് പപ്പായാ? ഏത് പപ്പായാ? ഏത് പപ്പായ? ഇട്ടുള്ള പപ്പ.
പപ്പായുടെ പേരെന്നാ? പപ്പായ ഇല്ലാതെ വേറെ ആരും കഴിക്കാൻ പപ്പായുടെ പേരെന്നാ? വേറെ ഉള്ളതൊക്കെ എന്തോ തോന്നിയെങ്കിലില്ല. ആണോ? പപ്പായുടെ പേരെന്നാ അമ്മേ? എലിക്കുട്ടിയുടെ പപ്പായുടെ പേരെന്നാ? എലിക്കുട്ടിയുടെ പപ്പായുടെ പേരെന്നാ? ആരുടെ ആരുടെ പേര്? എലിക്കുട്ടിയുടെ പപ്പായുടെ പേരെന്നാന്ന്? എൻ്റെ പപ്പായ എനിക്കേതാ ആ പേരെന്നാ കൂടെ കൂടെ ഒരു പപ്പായ ഉണ്ടാവും. ഉള്ളോ? പിന്നെ പേരെന്നാ പപ്പായുടെ? അതിൻ്റെ പേര് പിന്നെ എന്നതാ ഏറ്റേക്കണം കണ്ടു ഏതാണ്ട് കേട്ടുകളുണ്ട്. അതൊക്കെ ഞാൻ ഓർത്തല്ലിരിക്കണം. ഏതാണ്ട് പേരൊക്കെയാണ് ഇട്ടാണ്? ഒക്കെ മറന്നുപോയി. ഏതാണ്ട് പേരൊക്കെയാണോ പപ്പായ്ക്ക് ഇട്ടേക്കണേ? ഏ ഏതാണ്ട് പേരൊക്കെയാണോ പപ്പായ്ക്ക് ഇട്ടേക്കണേ? പപ്പായിക്കോ? ആ മേടിക്കണമെന്നോ? ജോമോൻ പപ്പായാണോ അമ്മേ? ജോമോൻ എന്നാണോ പേര്? ആരാ പപ്പായുടെ പേര്? ആ പപ്പായുടെ ഒന്നും അതല്ലായിരിക്കും. വെല്ലിച്ചാച്ചൻ്റെ. അമ്മയുടെ പപ്പായുടെ പേര് ജോമോൻ എന്നാണോന്നാ ചോദിച്ചേ. എനിക്കൊന്നും അറിയത്തില്ല. നീ ഒരു പപ്പായ ഉള്ളെന്ന് പറഞ്ഞു, എല്ലാവരും കൂടെ ഒരു പപ്പായ ഉള്ളെന്ന് പറഞ്ഞു. ഒന്ന് ഓർത്ത് നോക്കി. ഞാൻ ആർക്കും പേരിട്ടിട്ടില്ല. ഇല്ലേ? ഒരു മക്കൾക്കും പേരിട്ടിട്ടില്ലേ? ഇപ്പോൾ പള്ളിയിലും അല്ല വെള്ളം ഇതിൻ്റെയൊക്കെ ഈ പേര് ഇത് കൂടെ നോക്കുന്നവരാ. പ്രായത്തിൻ്റെ പിന്നെ പേരിൻ്റെ നാളിൻ്റെ ഒക്കെ നോക്കുന്നവരാ. നാളെ നമ്മൾ നോക്കിയല്ല. നാളൊന്നും നമ്മൾ നോക്കിയല്ല. നാളൊക്കെ നോക്കുന്നവരാ. ഇത് പേരിടുന്നോ? ചെയ്യുന്നത് പേരിടുന്നോ? പേരിടുന്നത് നാളെ നോക്കുന്നവരൊന്നുമല്ല, നമ്മളാ പേരിടുന്നത്. മാതാപിതാക്കന്മാരാണ് പേരിടുന്നത്. അതെ, മാതാപിതാക്കന്മാര് അല്ലെങ്കിൽ സഹോദരങ്ങള്, ഇവരൊക്കെ ആരെങ്കിലൊക്കെ ആയിരിക്കും. അവരെടുത്താ അവര് മതിയില്ല. അവർക്കല്ല ഇതൊക്കെ കയ്യിലിരിക്കട്ടെ. എലിക്കുട്ടിയമ്മയുടെ മക്കളുടെ ആരും പേരിട്ടിട്ടില്ലേ? എലിക്കുട്ടിയമ്മയുടെ മക്കളുടെ പേരൊക്കെ ആരാട്ടെ? നമ്മുടെ എലിക്കുട്ടിയമ്മയുടെ മക്കളുടെ പേരൊക്കെ ആരാ ഇട്ടതെന്ന്? അതൊക്കെ ഞങ്ങൾ കിട്ടും. ആ പിന്നെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരൊക്കെ? നേരത്തെ പേരിനെ പറയാനായിട്ട് അതിന് ഇന്ന സമയത്തുണ്ട്. ആ പള്ളിയിലെ മാമോദീസ കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ ഓരോ പേര് വിളിക്കുമല്ലോ. ആണോ? പിന്നെ ഇതാരാ പേരട്ടെ? അതൊക്കെ ഞങ്ങൾ വെട്ടച്ച് വിളിക്കും. ആ ഞങ്ങളെന്ന് പറഞ്ഞ പ്രത്യേക ആളൊന്നും വേണം. ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരാന്നാ ചോദിച്ചേ? പിന്നെ ആരൊക്കെയാന്നാ ചോദിച്ചേ? ഇത് കളഞ്ഞേച്ചും വരട്ടന്നിട്ട് കിടക്കണം. ആ ഒന്ന് വൈകണം. എത്ര മണിക്കൂറായേ ഓർമ്മയില്ലാതെ. അതിനാ ഉറങ്ങാതിരിക്കുമായിരുന്നോ? ഉറങ്ങാതിരിക്കുമായിരുന്നോ? പ്രാർത്ഥന ആയിരുന്നോ? പ്രാർത്ഥന ഒന്നും കേട്ടില്ലല്ലോ. പ്രാർത്ഥന ചെല്ലുന്നതൊന്നും കേട്ടില്ലല്ലോ. ഇല്ലയോ? ആ അതിനകത്താണോ ഉണ്ടോ കളയുന്നേ? അമ്മ ഞാൻ കിടക്കാൻ പോവാണേ. എന്നോടൊന്ന് പറയണോ? ആ ജനലിനെ കൂടെ ഇറങ്ങി. അതിനാന്ന് പറഞ്ഞാൽ മിറ്റടിക്കുമ്പോ അവിടെ കിടപ്പുണ്ട് പല സാധനങ്ങളും. പഴത്തിന്റെ തൊലി, ഓറഞ്ചിന്റെ തൊലി, സ്ഥലം മുന്തിരിയുടെ കൊല, മുന്തിരിയുടെ തണ്ടില്ലേ, അങ്ങനെ സ്ഥല സാധനങ്ങൾ അവിടെ കിടപ്പുണ്ട്. എനിക്ക് അറിയാം എലിക്കുട്ടി അറിയണേ. വലിച്ചെറിയുള്ളൂ. കുമ്പളപ്പത്തിന്റെ ഇല. എന്നാ എവിടെ ഏറ്റ് പോവാനാ? എവിടെ ഏറ്റ് പോവാനാ? വീട് വഴിയോ? ആരുടെ വീട് വഴി? പിന്നെ ഇവിടെയല്ലേ വീട്? പ്രധാനപ്പെട്ട പണിയൊക്കെ തീർന്നാ പോലെ. ഇതാ വീട്, വേറെ വീടൊന്നുമില്ല. വേറെ വീടൊന്നുമില്ല. വേറെ വീടൊന്നുമില്ലെന്ന്. ഈ വീട് പണിയണമേ. നീ വേണ വീട് പണിയണം. വീട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ പഠിച്ച് ജോലിക്കാരായി കഴിയുമ്പോ പണിയണം. വേണമെങ്കിൽ വേണമെങ്കിൽ പുതിയ വീടൊക്കെ വേണമെങ്കിലേ. ആ വീടേ, നല്ല വീടേ. അത് ഇവര് പണിയണം എന്നാ പറഞ്ഞേ. ഇവര് പഠിച്ച് ജോലിയൊക്കെ മേടിച്ചിട്ട് പണിയണം. ഈ വീട് പണിയാതെ പിന്നെ സ്വാതന്ത്ര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇതിനകത്തൊന്നും ഇല്ലല്ലോ, ചെറിയ വീടല്ലേ. ചെയ്യാൻ പറ്റുമോ? ഇതായാലൊന്നും ചെയ്യാൻ പറ്റിയല്ല. ചെയ്യണ വേലിക്കുട്ടി ഒത്തിരി കഷ്ടപ്പെട്ട വീടായത്. ആ ഒരു പെര നല്ലത് വേണം. വേണമെന്നേ, അത് എനിക്കും വലിയ ആഗ്രഹം. ഒരു വീട്ടിൽ വേണം. പക്ഷെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പിന്നെ അത്യാവശ്യം വന്നാലും ഒക്കെ നടത്തിക്കൊണ്ട് പോകാനും പറ്റണം. ഈ പെര പോരെ? ഈ പെര പോരെ? ഈ പെര മതിയാന്ന് ചോദിച്ചാ മതി. എല്ലാവരും ഇവിടെ വന്നു കഴിയുമ്പോ ഇതിനകത്ത് കിടക്കാൻ പറ്റുമോ? വല്ല ആരെങ്കിലും ഒക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കിടക്കാൻ പറ്റുമോ? പറ്റിയല്ലോ.
എല്ലാവരും ആരാ വരാനുള്ള ഇപ്പം? ഇവിടെ ഉള്ളവർക്ക് മാത്രമേ അത്രേ ഉള്ളൂ. ആ പുറത്തുനിന്ന് 2-3 വന്നു കഴിഞ്ഞാൽ കിടക്കാൻ പറ്റില്ല. കൊച്ചുങ്ങളെ വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നുമില്ല. ഇല്ല. പിന്നെ അവർക്കും വേണമെങ്കിൽ നമ്മൾ വേറെ ഉണ്ടാക്കണം. അങ്ങനെയാ, അതൊക്കെ വലിയ പാടാ. അതൊക്കെ പൈസ ഇല്ല. ഒരുപാടൊക്കെ കാര്യങ്ങളെല്ലാം കുടുംബത്ത് പൊതുവെ വേണം. നമ്മുടെ വീട്ടിൽ ഓരോരുത്തരും വന്ന് എപ്പോഴാണ് ഏത് നേരത്താണെന്ന് നമുക്കറിയാൻ പറ്റും. ഇല്ല ഇല്ല. അതുപോലെ തന്നെ ഒരുപാട് കൊള്ളാവുന്നവരും കഴിവുള്ളവരും ഒക്കെ ആയിരിക്കും, ഒരു ഉദ്ദേശമില്ലാതെ. അപ്പോൾ നമ്മൾ പിന്നെയൊക്കെ ഉണ്ടാക്കിപ്പറിക്ക് വേണ്ട ഇച്ചിരി കൊടുക്കാനായി. അപ്പോൾ അതെല്ലാം ബുദ്ധിമുട്ടല്ലേ. എല്ലാം നേരത്തെ നമ്മളിതൊക്കെ സൂക്ഷിച്ച് വെക്കണം. ഇന്ന് വിളിച്ച് പറയാമേ, ഇന്ന് ഫോൺ വിളിച്ച് പറയും വരുവാന്ന്. ആരെങ്കിലും വന്ന് മക്കളായാലും പുറത്തുനിന്നുള്ള ആൾക്കാരായാലും വരുമ്പം അവർക്ക് ഉടനെ കൊടുക്കത്തക്ക പോലെ ഉണ്ടാക്കി വെക്കണം. സാധനം മേടിച്ചോ ഒക്കെ എന്തെങ്കിലും മാത്രമേ മെനക്കിരിക്കൂ. നീയിപ്പോൾ എല്ലാം വീടെല്ലാം ചുമ്മാ കിടക്കുമെന്ന്, ആരും വീട് വഴിയൊന്നും ഇല്ല. മക്കളൊക്കെ വെളിയിൽ പോയി, മക്കളൊക്കെ വിദേശത്ത് പോയി. ഇപ്പം വീടൊക്കെ ചുമ്മാ കിടക്കുക. ആരാ? എല്ലാ വീടുകളൊക്കെ. എല്ലാ വീടോ? ആരുമില്ല താമസിക്കാൻ. ഒരു അപ്പനും അമ്മയൊക്കെ മാത്രമേ ഉള്ളൂ. താമസിക്കാൻ ആളില്ല. വീടൊക്കെ ഇഷ്ടം പോലെ ചുമ്മാ കിടക്കുക. മക്കളൊക്കെ വലുതായി വരുമ്പോൾ തന്നെ നമ്മൾ ആളുണ്ടായിക്കോളും. അവർ വെളിയിൽ പോയേക്കുമല്ലേ, വിദേശത്ത് പോയി താമസിക്കുമല്ലേ. വീട്ടിൽ നിന്ന് പോയി താമസിക്കുന്നേ. വിദേശത്ത് പോയി താമസിക്കുവന്നേ അവരൊക്കെ. അവരവിടെ കുടുംബമായിട്ട് താമസിക്കും. അതുകൊണ്ട് വീടില്ല, വീടെല്ലാം ചുമ്മാ കിടക്കുക. വീട് അവർക്കായില്ലേ? വീട് അതുകൊണ്ട് ചുമ്മാ കിടക്കുവന്ന്. അങ്ങനെ മതി. നാട്ടിലെ വീടെല്ലാം ചുമ്മാ കിടക്കുക. ഒരു വില വേറെ ഉണ്ടാക്കിപ്പറക്കി ആദ്യം അവർ ഉണ്ടാക്കണമെങ്കിൽ എന്തോരം രൂപ ഉണ്ടായില്ല. അതുകൊണ്ട് ഇപ്പം എല്ലാവരും വീടൊക്കെ ചുമ്മാ കിടന്ന് പോവാ. ആളില്ല താമസിക്കാൻ. അതുകൊണ്ട് വലിയ വീടൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇപ്പം. കുരിശ് വരയ്ക്കാൻ വരുവാൻ പറയുന്നത് വിവീനായോട്. കുരിശ് വരയ്ക്കുന്നില്ലേ? കുരിശുവരെയൊക്കെ നടത്തി ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്താൽ ഇനിയിപ്പോൾ ഞാൻ ഈ നേരം എടുത്തിട്ട് കേൾക്കുമ്പോഴോ ചെയ്യുന്നു. ആയിക്കോട്ടെ, അത് മതി. ചെല്ലുന്നതുകൊണ്ട് ഫലമുള്ള 2 ദിവസമായിട്ട് വരുന്നില്ലേ? ആണോ? അവിടെ തന്നെ കിടന്ന പ്രാർത്ഥനയാ അതാ അല്ലേ? എലിക്കുട്ടിക്ക് വേണ്ടിയുള്ള എലിക്കുട്ടി എല്ലാവർക്കും വേണ്ടിയുള്ള തന്നെ പ്രാർത്ഥിക്കുക. എലിക്കുട്ടി ഇപ്പം എല്ലാവർക്കും വേണ്ടിയുള്ള തന്നെ പ്രാർത്ഥിക്കുക. ഇവിടെ കൂടി പ്രാർത്ഥിക്കുന്നില്ല. എല്ലാവർക്കും വേണ്ടിയുള്ളതേ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക എന്നാ പറഞ്ഞപ്പം. എല്ലാവരുടെയും കൂടെ പ്രാർത്ഥിക്കുന്നില്ലെന്നാ പറഞ്ഞത്. ഓരോരുത്തർക്കുമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചിട്ട് മറ്റു ഗുണമൊന്നും കിട്ടിയല്ല. അതേസമയം പൊതുവെ ഈശോ കൊടുക്കുള്ളൂ. മനുഷ്യൻ്റെ നന്മ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഈശോ കൊടുക്കും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. അവർ ചെയ്യുന്ന നന്മയൊക്കെ നോക്കിയിട്ടേ കൊടുക്കുള്ളൂ. പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. പിന്നെ മനുഷ്യന് പറ്റിയ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ വരുമാനം ഇല്ലായ്മയൊക്കെ ഈശോയ്ക്കേ ഉള്ളൂ എല്ലാം മനസ്സിലാക്കാൻ പറ്റുമോ? അതൊക്കെ ശരിയാ. മനുഷ്യർക്ക് ആർക്കും പറ്റില്ല. ദൈവം തന്നാലേ എല്ലാം ഉണ്ടാവുള്ളൂ. മറ്റുള്ളവർ തന്നാലൊന്നും വല്ലതും തികയോ നമുക്ക്? അല്ലേ? ഒന്നും തികയല്ല. പ്രാർത്ഥന ചെല്ലാൻ പ്രാർത്ഥനയൊക്കെ ചെല്ലിയതാ. ഞങ്ങളൊക്കെ ചെല്ലിയതാ. ഞങ്ങൾ ചെല്ലിയിട്ടില്ല. അമ്മ മാത്രം ഇല്ലുള്ളൂ. ഇനിയിപ്പം പ്രാർത്ഥനയൊന്നും വേണം. ആവശ്യത്തിന് മാത്രം 2-3 പ്രാവശ്യം ചെല്ലിയതാ. പ്രാർത്ഥനയുടെ കളിയായിരിക്കും. വേണ്ട ഈശോയ്ക്കറിയാം. ഉറക്കമുള്ളതുകൊണ്ടാണ് ഇപ്പം പ്രാർത്ഥന കുറഞ്ഞു പോയി. 3, 4, 5 എന്നാ എണ്ണുന്നേ? 5 തിരി കത്തിക്കും. 5 തിരിയോ? സ്വിച്ചല്ലേ? സ്വിച്ചല്ലേ? ഇപ്പൊ അത് സ്വിച്ചൊക്കെ തിരിയാക്കി. ആണോ? ഒന്നുമില്ല. തിരി ലൈറ്റ് കത്തിക്കുന്നതിനെ കുറിച്ച്. ലൈറ്റ് അല്ലേ? തിരിയല്ല, ലൈറ്റ്. വെട്ടം മണ്ണെണ്ണ വിളക്ക് പോലെ. അതിനാ കിടക്കത്തില്ലേ? അതിന് ഉറക്കം വരില്ലാതെ അതിനാ? അങ്ങനെയാ. ഇവിടെ തന്നെ കുഴപ്പം. സ്ഥലത്തിന് മാറ്റമുണ്ട്, വീടിന് മാറ്റമുണ്ട്. ഇവിടെ തന്നെ മാറ്റം, സ്ഥലത്തിന് തന്നെ കുഴപ്പം. മാറ്റമുണ്ട്.
ഓ ഇവിടെ തന്നെ ആർക്കാർക്ക് തന്നെ കുഴപ്പം? കഞ്ഞിയും കറിയൊക്കെ തരുന്നില്ലേ? പൊതുവെ എല്ലാവരും കൂടെ ഒരുപോലെ ചോദിച്ചു പോയതാണെങ്കിലേ ഉള്ളൂ ശരിയാവും. ആണോ? ഇവിടെ അലമ്പാണോ? ഏ ഇവിടെ അലമ്പാണോ? അതെ, ഇവിടെ അലമ്പാണോന്ന്? എളുപ്പാനൊന്നും ഇവിടെ അലമ്പാണോന്ന്? ഇവിടെ അലമ്പാണോന്നതിന്? അലമ്പോ? ആ ഇവിടെ ആരാ അലമ്പ്? ആ അതിലേ ചോദിച്ചേ. യോജിച്ച് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. യോജിച്ച് പോകണമെന്ന് പറഞ്ഞില്ലേ? യോജിച്ചേ. ജോലിക്കോ? യോജിച്ച് ജോലിക്കോ? യോജിച്ച് എവിടെ പോണെന്ന് പറഞ്ഞില്ലേ ഇപ്പം ആര്? എലിക്കുട്ടി. ജോലിക്ക് പോകാനോ? ജോലിക്ക് പോണതല്ലെന്ന്, ആരെ പോകണം? യോജിച്ച് പോണ കാര്യം പറഞ്ഞില്ലേ? അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം പോലെയൊക്കെ ഓരോ വീടായി ജീവിക്കുമ്പോൾ അവർ ഓരോരുത്തരും ഒന്ന് മാറി മറിച്ചും കൂട്ടി അങ്ങനെയൊക്കെ ജീവിച്ച് കുടുംബമൊക്കെ പോകുന്നത്. ആ അതിലേ പറഞ്ഞേ. ചുമ്മാ ഒരു ഉദ്ദേശപ്രകാരമൊന്നുമല്ല. അതുകൊണ്ടല്ലേ പറഞ്ഞേ. പിന്നെ കുഴപ്പമെന്ന് ചോദിച്ചേ. പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. പ്രാർത്ഥന ഇല്ലെന്നില്ലേ? കിടക്കാൻ പോകണോ? ഇവരോട് പ്രാർത്ഥന ഇല്ലെന്നില്ലേ? കിടക്കാൻ പോകണോന്ന്? ഞാൻ കിടക്കാൻ പോവാം. ആ ഒന്ന് വൈകി കഴിഞ്ഞായിട്ട് വീട്ടിലും പോകും. ആണോ? അവിടെ പ്രാർത്ഥന തുടങ്ങി. ഒന്ന് വൈകി കഴിഞ്ഞ് വീട്ടിലോട്ട് പോകും. ആ പിന്നെ ഇതോട്ട് വരേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് അവിടെ നിന്ന് പള്ളിയിലോട്ട് പോകണം. ആണോ? അവിടെ അവരുടെ പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥന ഇല്ലെന്നുണ്ടോ? അവർ പ്രാർത്ഥന തുടങ്ങിയെന്ന്. തുടങ്ങിയെന്ന് എവിടെയാ? അവിടെ. ആ പ്രാർത്ഥന തുടങ്ങി കൂട്ടിക്കും. അവിടെ ചെല്ലും. അതിനായിരിക്കും അതൊക്കെ അടുത്ത് കൂട്ടി. ആണോ? അത് ഒച്ചക്കായിരിക്കാൻ വേണ്ടിയാ. എലിക്കുട്ടി ഇവിടുന്ന് വർത്താനം പറഞ്ഞായിരിക്കാൻ വേണ്ടിയാ. എലിക്കുട്ടി പ്രാർത്ഥന എല്ലാം പോണില്ലേ? എലിക്കുട്ടി വരുന്നില്ലേ? കിടക്കാൻ പോകണോ? നേരം തൊട്ട് പോകണം. പോയാൽ പിന്നെ ഇങ്ങോട്ടും പോകില്ല. ആണോ? നന്നാ കിടന്നോ? നിറഞ്ഞു മറിയുമേ, നിനക്ക് സുസ്ഥിരത്താവും ഇരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കിടന്ന എലിക്കുട്ടി വന്നിപ്പോ പ്രാർത്ഥന ഇല്ലെന്നുണ്ടോ? ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ ഞാൻ കിടക്കാം. കഞ്ഞി എടുക്കുക. കഞ്ഞി വേണ്ട വേണം. വേണ്ട വേണ്ട വേണമേ. വേണ്ട. നീ കിടക്കാൻ കുടിക്കാൻ പറ്റിയ എന്നെ കുടിച്ചതിനാ കുഴപ്പം? കഞ്ഞി കുടിക്കുന്നതിനാ കുഴപ്പം? കഞ്ഞി കുടിക്കുന്നതിന് എന്നാ കുഴപ്പം? എല്ലാ ദിവസവും കുടിക്കുന്നല്ലേ? കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ക്ഷീണോ? ഇനി എന്നാ തന്നെ ക്ഷീണിക്കുന്നത്? ഇനി കിടന്ന് ഉറങ്ങുമല്ലേ? ഉറങ്ങുന്നതിന് ക്ഷീണിക്കുന്നതിൻ്റെ കുഴപ്പം? ചിരി വരുന്നുണ്ട് അല്ലേ? മറ്റു മക്കൾക്കൊന്നും അറിയത്തില്ല, ഞങ്ങൾക്കറിയാം. കരിയാപ്പില. 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 ആ ആ ഇവിടെ നല്ലപോലെ തോന്നും. കരിയാപ്പില. കരിയാപ്പില. കഞ്ഞി എടുക്കണം. കഞ്ഞി കഞ്ഞി എടുക്കുന്നുണ്ട്. കഞ്ഞി കൊണ്ട് വരുന്നുണ്ടെന്നേ. വേണമെന്നില്ലെന്നല്ലേ ഉള്ളൂ. പുളിശ്ശേരി ഉണ്ട്, മീൻ വറുത്തതുണ്ട്. ബീരിയാ അവക്ക് വേറെയാ. അപ്പൊ കഴിയിട്ടൊന്ന് കുടിച്ചോ. കഴിയിട്ടൊന്ന് കുടിച്ചോ. ശേ അങ്ങനെയൊക്കെ പറയാതെ. അത് നമ്മളെ സാധനം ഓറഞ്ച് മേടിച്ചതിൻ്റെ. എന്നാ ചെയ്തിട്ടാമേ? കുരിശ് വരച്ചിട്ടാണോ? കുരിശ് വരച്ചിട്ടാണോ അടുത്തത്? കുരിശ് വരച്ചിട്ടോ? കുരിശ് വരച്ചെങ്ങനെ മടുക്കണം?
എന്തിനാണ് വെച്ചാൽ എലിക്കുട്ടിക്ക് ചുമ്മാ ആ ഇതിനോട് വെള്ളം എല്ലാം ഈ കപ്പിനകത്ത് ഇങ്ങനെ വെച്ചേക്കണം. ഇത് അവളുടെ പണിയാ. കൈ കഴുകുന്നില്ലേ? കൈ കഴുകുന്നില്ലേന്ന്? എന്നാ കൈ കഴുകുന്നില്ലേന്ന്? എന്നാ കൈ കഴുകുന്നില്ലേന്ന്? കയ്യോ ആ കൈ കഴുകാൻ പോകും. അപ്പം പിന്നെ അതിനകത്ത് കൈ കഴുകാതെ അതിനകത്ത് കൈ ഇട്ടാക്കണേ. ഇതാ, അതിന് അവൾക്ക് ചോറ്. ഏ? അവൾക്ക് ചോറ്. ചോറോ? ഒക്കെ ഒന്നും കഞ്ഞി കുടിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് പിന്നെ കഞ്ഞിക്കും കുടിക്കാൻ ഇത് ശരിയായി. ആ അപ്പം ആ സമയത്ത് കുടിക്കണം. കഴിക്കണ സമയത്ത് കഴിക്കണം അല്ലേ? എപ്പോഴെങ്കിലും ഒന്ന് കഴിച്ചാൽ പോരാ. അതിനൊക്കെ ഒരു സമയത്ത് ആ സമയത്ത് കഴിക്കുന്നതാണ്. എല്ലാം കഴിക്കുന്ന സമയം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിക്കുന്ന സമയം ശരീരത്തിന് വേദനയാണ്. അതുകൊണ്ട് ആ സമയത്ത് കഴിക്കണം. എപ്പോഴെങ്കിലും ഒന്ന് കഴിച്ചാൽ പോരാ. എന്നാലും ഇന്നടി ഇനി അത് വെച്ചോണ്ടിരിക്കും അവിടെ. നീ കഞ്ഞി കുടി. നീ കഞ്ഞി കുടിച്ചോ? കഞ്ഞി കുടിച്ചില്ല, കുടിക്കാൻ പോവാ. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.